ഐ ആം ഷാഫി, ബിടെക് സ്റ്റുഡന്റ് അറ്റ് NIT കാലിക്കറ്റ്. സോ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഒരു JEE ആസ്പിറന്റ് ആയിരിക്കും. ഒരു പക്ഷേ നമ്മുടെ റിപ്പീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ +2ൻ്റെ ഓൺഗോയിങ് ആയിട്ടോ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസും ആയിരിക്കും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ ഏതാണ്ട് ഒരു 4 മാസം അല്ലെങ്കിൽ 4 മാസത്തിൽ കുറച്ചധികം മാത്രം നമുക്ക് ഫസ്റ്റ് JEE മെയിൻസിന് ബാക്കിയുള്ളൂ. അപ്പം നിങ്ങളെയൊക്കെ അലട്ടുന്ന വിഷയം എന്ന് പറയുന്നത് ഒന്ന് എന്തായിരിക്കും, നിങ്ങളിങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്ന സാധനമായിരിക്കും എന്താവും എൻ്റെ റിസൾട്ട് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഇത്രയും കാലം എടുത്ത ആ ഒരു സിലബസ്, ഇത്രയും കാലം കവർ ചെയ്തിട്ടുള്ള സിലബസിൽ എത്രത്തോളം എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതിൽ അത്രമാത്രം സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതൊക്കെ ആയിരിക്കും ആക്ച്വലി നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇഫ് ഐ ഫെയിൽഡ്, ഞാൻ തോറ്റുപോയാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ നോവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്ത് ഓരോ മൊമെന്റിലും നിങ്ങളെ പലരെയും നോവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക തോറ്റു പോകുമോ എന്നുള്ള ആ ഒരു ഭയം കൂടിയായിരിക്കും. ആക്ച്വലി നിങ്ങൾ തോറ്റു പോകുമോ എന്നുള്ള ആ ഒരു തോട്ട് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഐ ആം എ വാരിയർ. കാരണം നമ്മൾ പൊരുതാൻ തയ്യാറായ ഒരാളാണ്. അതായത് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ജീവിതത്തിൽ 2 ടൈപ്പ് ഓഫ് പെയിനുകളാണുള്ളത് എന്ന്. ഒന്ന് പെയിൻ ഓഫ് റിഗ്രറ്റ്, മറ്റൊന്ന് പെയിൻ ഓഫ് ഹാർഡ് വർക്ക് എന്ന്. ഇതിൽ ഒന്നാമത്തെ പെയിൻ ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാമത്തെ, അതായത് പെയിൻ ഓഫ് ഹാർഡ് വർക്ക് ചൂസ് ചെയ്ത ആൾക്കാരാണ്. ഭാവിയിൽ നിങ്ങൾ നോക്കുമ്പോൾ ആ ഒരു ഇപ്പം എടുക്കുന്ന ഓരോ പെയിനും എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. നിങ്ങൾ കുറച്ചുകൂടെ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ഇയറിലെ പെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആക്കി മാറ്റാൻ പറ്റണം എന്നുള്ളതാണ്. ആദ്യത്തെ പെയിൻ ഓഫ് റിഗ്രറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ അത് മാറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് മറ്റു പല കാര്യങ്ങളിലേക്കും ഏർപ്പെടുന്നുണ്ടെങ്കിൽ I am sorry to say that you are going to be a failure. Then overthinking. അയ്യോ എനിക്കിനി കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ പലരും എങ്ങനെ എന്നെ നോക്കും എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മളെ പുറത്തുള്ള ആൾക്കാർ നോക്കുന്നതോ മറ്റോ ഒന്നും ആയിരിക്കരുത്. നമ്മൾ ഇന്ന്, അതായത് ആ ഒരു ടൈം കൂടെ, അതായത് അവരെന്ത് വിചാരിക്കുന്നു, മറ്റവരെന്ത് വിചാരിക്കുന്നു എന്നുള്ള സമയം കൂടെ, ആ ഒരു ടൈം കൂടെ നമ്മൾ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ സ്വന്തം കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, നമ്മുടെ JEE പ്രിപ്പറേഷനിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ സന്നദ്ധമാവണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ദെൻ നിങ്ങൾ ഇപ്പൊ ആലോചിച്ച് നോക്കുക, ഇപ്പൊ നിങ്ങളുള്ളത് ഏതാണ്ട് ഓഗസ്റ്റ് 2026 ഓഗസ്റ്റിലാണെങ്കിൽ 2027 ഓഗസ്റ്റിൽ നിങ്ങൾ എവിടെ ആയിരിക്കണം ഉണ്ടാവേണ്ടത് എന്ന് നിങ്ങൾ നിരന്തരം മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ചു കൊണ്ടേയിരിക്കുക, ഞാൻ IIT-കളിൽ അല്ലെങ്കിൽ ഞാൻ NIT-കളിൽ എത്തിച്ചേരും 2027 ഓഗസ്റ്റിൽ ഞാൻ എവിടെ ആയിരിക്കണം ഉണ്ടാവേണ്ടത് എന്ന് ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനുശേഷമുള്ള എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കണം, ഞാൻ എങ്ങനെയായിരിക്കും ഇനിയുള്ള ആ ഒരു അതിനുശേഷമുള്ള ബിടെക് ജേണി ഞാൻ എങ്ങനെയായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്, ഓരോ ഫെസ്റ്റിനെ കുറിച്ചും അവിടെ നടക്കുന്ന ഓരോ പരിപാടികളെ കുറിച്ചും അവിടെ നിങ്ങൾ ഉണ്ടാവുന്നതിനെ കുറിച്ചും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായിരിക്കണം ആക്ച്വലി നിങ്ങളുടെ ആ ഒരു ബാക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പുൾ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു പാർട്ട്, അതായത് ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പെയിൻ, ഈ ഒരു വർഷത്തെ നിങ്ങളുടെ പെയിൻ എന്ന് പറയുന്നത് അതിന്റെ റിസൾട്ട് ആയിരിക്കും നിങ്ങളുടെ എൻറ്റയർ ലൈഫ്. നിങ്ങൾ എൻറ്റയർ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന എല്ലാ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും കാരണമാവുന്ന ആ ഒരു വർഷമാക്കി മാറ്റാൻ ഈ 2026 നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. ദെൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തും നമ്മൾ മൂല്യമുള്ളത് നേടിയെടുക്കണമെങ്കിൽ അതിനൊരു എക്സ്ട്രാ എഫേർട്ട് ആൻഡ് എക്സ്ട്രാ പെയിൻ നിർബന്ധമാണ്. കാരണം 8 ഗ്രാം ഗോൾഡിന് 1 ലക്ഷത്തിലധികം രൂപ വിലയുള്ളപ്പോൾ 8 ഗ്രാം ഇരുമ്പിന് 1 ലക്ഷം രൂപയുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മൂല്യമുള്ളത് നേടിയെടുക്കണമെങ്കിൽ അതിന് എക്സ്ട്രാ പെയിൻ നിർബന്ധമാണ്. സോ നിങ്ങൾ അതിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പൊരുതാനും പോരാടാനും സന്നദ്ധമായിട്ടുള്ള വളരെ അപൂർവം വരുന്ന ആൾക്കാരിൽ ഒരാളാണ്. കാരണം +2 എഴുതുന്ന അല്ലെങ്കിൽ +2 കഴിഞ്ഞ എത്രയോ ആൾക്കാരുണ്ട്. ലക്ഷക്കണക്കിന് ഓരോ വർഷവും ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് +2 പാസ്സാവുന്നു. പക്ഷേ അതിൽ നിന്ന് വളരെ അപൂർവമായിട്ടുള്ള സ്റ്റുഡൻസിൽ ഒരാളാണ് നിങ്ങൾ. കാരണം നിങ്ങൾ ആ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലേക്ക് എൻ്റർ ചെയ്യാൻ സന്നദ്ധമായി എന്നുള്ളതാണ്. ലോകത്തിലെ എല്ലാവരും രക്ഷപ്പെടുമോ എന്ന് വെച്ചാൽ
ഇല്ല, വളരെ അപൂർവം പേര് മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ അങ്ങനെയാണ്. ലോകത്തിലെല്ലാവരും കൂടെ കളക്ടർ, ലോകത്തിലെല്ലാവരും കൂടെ NIT IIT ഉള്ള എഞ്ചിനീയർമാരൊക്കെ ആയാൽ ലോകത്തിൽ നമുക്ക് കൽപ്പണിക്കാളെ വേണം, നമുക്ക് കണ്ടക്ടർ ആവാൻ ആള് വേണം, നമുക്ക് എല്ലാ ജോലികൾക്കും ആളെ വേണം. സോ എല്ലാവരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ രക്ഷപ്പെടാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളോടാണ് ചോദിക്കേണ്ടത്. സോ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും എൻ്റെ ഭാവിയിലേക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കും. എൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഞാൻ എത്ര പെയിൻ വേണമെങ്കിലും, ഞാൻ എത്ര എഫേർട്ട് വേണമെങ്കിലും ഇടുമെന്ന ആ ഒരു നിശ്ചയദാർഢ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ ഒരു പക്ഷേ ക്രാക്ക് ചെയ്തിട്ടില്ല ഉണ്ടാവാതിരിക്കാം എങ്കിൽ പോലും നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, നിങ്ങൾ ഒരു പക്ഷേ ഒരുപാട് പെയിനിലൂടെയും അൺസർട്ടനിറ്റിയിലൂടെയും ആയിരിക്കും പോകുന്നുണ്ടാവുക. ഒരുപാട് ദിനങ്ങൾ പലതും ആലോചിച്ചുകൊണ്ട് കരഞ്ഞു പോയിട്ടുണ്ടാകാം. പക്ഷേ ഈ കരയുന്ന ഓരോ തുള്ളി കണ്ണീരും നാളെ നിങ്ങളുടെ ലൈഫിൽ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ഒരു ഇന്ധനമായിരിക്കണം നിങ്ങളുടെ ഓരോ കണ്ണുനീരും എന്ന് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു സക്സസിലേക്കുള്ള ഇന്ധനമായിരിക്കണം നിങ്ങളുടെ കണ്ണുനീര് എന്ന് പറയുന്നത്. സോ ലവ് യു ഓൾ, ബൈ.